സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോഴേ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു ദുരന്തത്തിലേക്കായിരിക്കും ഇനി പോവുക. പ്രത്യേകിച്ച് നമുക്ക് റോഡിലെ കാര്യങ്ങൾ തന്നെ പറയാം, മറ്റുള്ള കാര്യങ്ങൾ പറയണ്ട എന്നല്ല, പറഞ്ഞിട്ട് അതിന് പ്രയോജനങ്ങളോ ഒരു മാറ്റങ്ങളും ഉണ്ടാവില്ല. കാരണം റോഡിലെ അവസ്ഥകൾ ഇപ്പോൾ നമ്മൾ അപകടങ്ങൾ ഓരോ ദിവസം കൂടി വരികയാണ്. ഓരോ ദിവസവും 5ഉം 6ഉം 7ഉം 10ഉം ഒക്കെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാറ്, ബൈക്ക്, അവർക്ക് ലൈസൻസിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് വേണം ധൃതി. അവർക്ക് റോഡിൻ്റെ അവസ്ഥകൾ, റോഡിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിൽ പോകണം, എങ്ങനെയൊക്കെ ബ്രേക്ക് ചവിട്ടണം, ഏതൊക്കെ രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കണം, കയറ്റത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നൊന്നും അറിയില്ല അവർക്ക്. വളരെ മോശമായിട്ടുള്ള ഡ്രൈവിംഗ് രീതിയാണിപ്പോൾ. നമ്മൾ ഒന്നാമത്തെ കാര്യം, ഡ്രൈവിംഗ് സ്കൂളുകാർ, ഞാൻ ഇതിന് മുന്നേ പാട്ടുണ്ടായിരുന്നു, ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞു കൊടുക്കില്ല. ഇപ്പോൾ മണ്ണാർക്കാട് ഒരു 10ഓളം ഡ്രൈവിംഗ് സ്കൂളുകാരുണ്ട്. ഇവരൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടണമെന്ന് മാത്രമാണ് ഇവർ പറയുന്നത്. അതും ശരിക്കും പഠിപ്പിക്കുന്നില്ല. അതായത് ഒരാൾക്ക് 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അവർ ഡ്രൈവിംഗ് ചെയ്യാൻ കൊടുക്കുന്നത് വാഹനങ്ങൾ. അതും പറഞ്ഞാൽ ശരിക്കും മെയിൻ റോഡിൽ കൂടെയാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഫുള്ള് മെത്തേഡ് കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അവർ ഞാൻ ഇതിന് മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പഴയ റോഡിൽ കൂടെ ഇപ്പോൾ ഒന്നാമത്തത് ഡ്രൈവിങ് പഠിക്കാൻ ഏറ്റവും നല്ല അടിപൊളി റോഡ്, ഇപ്പോൾ റോഡുകളുടെ നിലവാരം ഇപ്പോൾ നമുക്ക് ഏകദേശം അറിയാം. അലനല്ലൂർ, മേലാറ്റൂർ, അതേപോലെ പിന്നെ ആനക്കട്ടി തെങ്കര റോഡ്, കണ്ണംകുണ്ട് അലനല്ലൂർ, ആ റോഡൊക്കെ അതുക്കടെയൊക്കെയാണ് അവർ പോകേണ്ടത്. ശരിക്കും അവർ അതുക്കടെ ഒന്നും പോവാതെ അവർ മെയിൻ റോഡിൽ കൂടെ മാത്രമാണ് അവർ ഡ്രൈവിംഗ് പഠിപ്പിക്കാറ്. അതുകൊണ്ട് അവർക്ക് ഇന്ന് ഒരു കാര്യം അവർക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ അവർ അപകടം ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ള ആൾക്കാരെ തലയിൽ വെക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ മൊത്തം കാണുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ റീൽസാണ്. മെയിനായിട്ട് റീൽസിൻ്റെ കാര്യത്തിലാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 24 മണിക്കൂറും ഫോണാണ് ഓരോ ആൾക്കാരുടെ കയ്യിൽ. കാരണം അവിടെ എന്താ പറയുക, ഡ്രൈവിങ് എങ്ങനെ ചെയ്യണമെന്നും ഡ്രൈവിങ് ഏത് രീതിയിൽ ചെയ്യണമെന്നും അവർക്കറിയില്ല. അതുകൊണ്ടാണ് അപകടങ്ങൾ കൂടി വരുന്നത്. ഇനി മറ്റുള്ളവരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവരത് പോയി പണിയാക്കാൻ പറഞ്ഞ ഒരു ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ ഗതാഗത മന്ത്രി കാണേണ്ടത്. അതേപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിലെ മുഹമ്മദ് റിയാസ്, അപ്പോൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെയാണ് കാണാം, ഏതൊക്കെ രീതിയിലാണ്. ഇതിപ്പോൾ നമ്മളെ ഡ്രൈവിങ്ങും നിങ്ങൾക്ക് കാണാം എങ്ങനെയൊക്കെയാണ് പോകണത് എന്നുള്ളത്. പക്ഷേ മെയിനായിട്ട് ഞാൻ പറയട്ടെ, ഈ ബൈക്കിലും കാറിലും പോകുന്ന ആളുകൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. അവർ സൈഡിലേക്ക് നോക്കുകയില്ല, വേണമെങ്കിൽ നമ്മൾ രക്ഷിക്കട്ടെ എന്ന രീതിയിലാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറയാം. പല വട്ടം നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും. പക്ഷേ അവിടെ ആരും പറഞ്ഞു കൊടുക്കാനില്ല. ഇപ്പോൾ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാരാണെങ്കിലും ഏത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആളില്ല. അവിടെ എന്താ വേണ്ടുള്ളൂ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഫൈന്. ഇവിടെ പണം മാത്രം മതി സർക്കാരിന്, പണം, വേറെ ഒന്നും വേണ്ട.
പൈസ ഖജനാവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പരാതിയില്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കേരളത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പണം തന്നെയാണ്. അവിടെ നിയമത്തിന് ഒരു വിലയില്ല. നിയമം കാറ്റിൽ പറത്തുകയാണെങ്കിൽ അതിനൊരു വില ഉണ്ട്. ഇവിടെ കാറ്റിലല്ല പറത്തുന്നത്. ഇനി വന്നാൽ ഞാൻ ഇനിയും ആ തെറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ തെറ്റ് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ അവർക്ക് ഇൻട്രസ്റ്റ് ആവുക. അത് പൈസ കൊടുത്ത് തീർക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിപ്പോൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. എന്നാലെങ്കിലും പഠിക്കുന്നില്ല. ആംബുലൻസിൻ്റെ മുന്നിൽ ബൈക്കാരും കാറുകാരും ചെയ്യുന്ന പരിപാടി. അപ്പോൾ അത് എന്താണ് സംഭവം? ശരിക്കും അവിടെ ആ എവിടെയെങ്കിലും ഉള്ള നാട്ടുകാർ കൂടിയിട്ട് നല്ലോണം പഞ്ഞിക്കിട വേണ്ട. ശരിക്കും നല്ല അടി കൊടുക്കണം. അപ്പോൾ അവർക്ക് തന്നെ പഠിക്കും. ഞാൻ ചെയ്തത് തെറ്റാണ്, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നുള്ളത് അവിടെ പറയണം. പക്ഷേ ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന കാര്യം എന്താ അറിയോ? അവർ വണ്ടി വീട്ടിൽ പോയി കാണും, എന്നിട്ടൊരു 10,000 അങ്ങോട്ട് ഫൈൻ അടപ്പിക്കും. എന്നിട്ട് അവർ ജാമ്യത്തിലിറക്കും. ഒരു 6 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അതല്ല ചെയ്യേണ്ടത്. ശരിക്ക് ഇവിടെ തെറ്റ് ചെയ്യാതെ ഒരുപാട് നല്ല ഡ്രൈവർമാരുണ്ട്. അവർക്കും കൂടി അത് ചീത്തപ്പേരാണ്. അപ്പോൾ പിന്നിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടേതായ എന്താ പറയുക ഭരണം, അതിപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ഭരണം ഇന്ത്യയിൽ കേരളത്തിലാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാലോ. വന്നിപ്പോൾ കണ്ട വാർത്തകൾ കണ്ടില്ലേ? കള്ളവോട്ടിൻ്റെ കാര്യം പോട്ടെ, ഖജനാവിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളാണ് ശരിക്കും പൊട്ടന്മാർ. അത് എന്നോ ജനങ്ങൾക്ക് തന്നെ മനസ്സിലായിരുന്നു. ജനങ്ങൾക്ക് തന്നെ ഒരു ഒത്തൊരുമല്ല. ഒത്തൊരുമ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആവില്ല. അതെന്താ അറിയോ? അവനാൻ്റെ കാര്യം മാത്രം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവനാൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനാൻ്റെ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഈ റോഡിലൊക്കെ പെട്ടെന്ന് ആൾക്കാർ തെമ്മാടിത്തരമായിട്ട് ആ റോഡിൻ്റെ പരിപാടി ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും അതാണ് ചോദ്യം ചെയ്യേണ്ടത്. അവിടെ ഒന്നാമത്തെ കാര്യം, ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നിർത്താനും അതേപോലെ നിർത്തിയിട്ട് എന്താണെന്ന് അന്വേഷിക്കാനും സമയമില്ല. സമയത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് പറയല്ല. അപ്പോൾ അവിടെ നിർത്തിക്കഴിഞ്ഞ് നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വാദി പ്രതിയാവുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഒന്നിനും പോകാത്തത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു കൊള്ളരുതായ്മയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ നിങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്തിനാണ് ചെയ്യിപ്പിക്കുന്നത്? ജനങ്ങളെ കാര്യം നോക്കാനല്ലേ നമ്മൾ കുറേ ആൾക്കാരെ നമ്മൾ ഇരുത്തുന്നത്. അത് നോക്കാൻ കഴിയില്ലെങ്കിൽ അവർക്ക് രാജിവെച്ചിട്ട് എന്തായാലും പോവില്ല. രാജിവെച്ച് കഴിഞ്ഞ് പോയാൽ അവിടെ വേറെ കുറേ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരും. അപ്പോൾ അത് അവർക്ക് ക്ഷീണം ചെയ്യും. എന്തോ ഒരു സമ്മേളനം പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ബ്ലോക്ക് മതി, ഈ സമ്മേളനത്തിൻ്റെ ഒറ്റ ബ്ലോക്ക് മതി. ഇനി അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഒരു ബസ്സിൻ്റെ പുറകെ പോണ ഒരു ബൈക്കാരനെ ശ്രദ്ധിച്ചോ? ഇതാണ് ഇപ്പോഴത്തെ ഡ്രൈവിങ്. ഇപ്പോഴത്തെ ഡ്രൈവിങ്ങിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി ഇതാണ്. ആരും നല്ല ഡ്രൈവർമാരല്ല, പക്ഷെ എന്നാലും നമ്മുടെയൊക്കെ രീതി ഒരുപാട് മാറാണ്ട്. അത് ഇപ്പോൾ ഉള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ പോണം. ഇപ്പോൾ എത്ര നേരമായി ഈ ബസ് ഇൻഡിക്കേറ്റർ ഇട്ടാൻ തുടങ്ങിയിട്ട് അറിയോ? അപ്പോൾ അത് ഡ്രൈവറെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ്